ഒരു മാസത്തിലധികമായി കേരളത്തിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളെല്ലാം തന്നെ അതത് ലോക്കറുകളിൽ ഭദ്രമായി ഇരിക്കുകയാണ്. 3 നാളിനപ്പുറത്തേക്ക് അത് പുറത്തേക്ക് വരുമ്പോൾ കേരളത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വിധി അറിയുമോ എന്നുള്ളതാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. UDF-ന് കഴിഞ്ഞ തവണ ലഭിച്ചതുപോലുള്ള ഒരു വലിയ വിജയം ലഭിക്കുമോ, അതോ LDF-ന് തിരിച്ചു വരാനാകുമോ? മാത്രമല്ല BJP-ക്ക് NDA-ക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനാകുമോ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യം നിലനിൽക്കുകയാണ്. വിശകലനങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് റോഷിപാൽ, ഒപ്പം ശ്രീജിത്ത്, കൂടെ VS രഞ്ജിത്ത് എന്നിവരാണ് വിവിധ മുന്നണികളുടെ പ്രതീക്ഷകൾ, ആശങ്കകളെല്ലാം തന്നെ പങ്കുവെക്കാൻ നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം റോഷിപാലിലേക്കാണ്. റോഷിപാൽ, കഴിഞ്ഞ തവണ 19 സീറ്റുകളും നേടിക്കൊണ്ട് കേരളത്തിലെ ചരിത്രത്തിൽ തന്നെ വലിയ വിജയം നേടിയതാണ് UDF. കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ രാജ്യത്താകമാനം തകർച്ച ഉണ്ടായപ്പോഴും പിടിച്ചു നിൽക്കാനായത് കേരളത്തിലാണ്. മാത്രമല്ല രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചതും കേരളത്തിൽ തന്നെയാണ്. അപ്പോൾ കേരളത്തിൽ അവർക്ക് വീണ്ടും പ്രതീക്ഷ വലിയ രീതിയിൽ വെച്ചു പുലർത്തുന്ന ഒരു സംസ്ഥാനമാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളം മുൻപന്തിയിൽ തന്നെയാണ്. അപ്പോൾ എന്താണ് അവസാന നിമിഷത്തിൽ മുന്നണിയുടെ UDF-ന്റെ കൂട്ടലും കിഴിക്കലും? എന്തൊക്കെയാണ് പ്രതീക്ഷകൾ, ആശങ്കകൾ? ബിനിൽ, ഏതാണ്ട് 48 മണിക്കൂറിനപ്പുറത്ത് വോട്ടെണ്ണൽ ആരംഭിക്കുന്നു. അതിനു മുമ്പുള്ള അവസാനവട്ട കണക്കുകൂട്ടലുകൾ തന്നെയാണ് UDF നേതൃത്വം നടത്തുന്നത്. ഇന്നും UDF കൺവീനർ MM ബസനും ഒപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ നടത്തുമ്പോൾ 20 സീറ്റിലും ഈ തവണ വിജയിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് പരസ്യമായി പങ്കുവെക്കുന്നത്. എങ്കിൽ പോലും ചില സീറ്റുകളിൽ അപ്രതീക്ഷിതമായി തിരിച്ചടി ഉണ്ടാകുമെന്ന ആശങ്ക UDF നേതൃത്വത്തെ അലട്ടുന്നുണ്ട്. അത്തരം ഒരു സീറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഏതെങ്കിലും അടിയൊഴുക്കുകൾ തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ഇപ്പോഴും UDF നേതൃത്വത്തെ അലട്ടുന്നുണ്ട് എന്ന കാര്യം പറയാതെ വയ്യ. മറ്റൊന്ന്, അല്ലെങ്കിൽ മറ്റെല്ലാ സീറ്റുകളിലും വിജയിക്കുമെന്ന പൂർണ്ണ ആത്മവിശ്വാസമാണ്. പ്രത്യേകിച്ച് ഏറ്റവും വാശിയേറിയ മത്സരം നടന്ന തൃശ്ശൂരായാലും വടകരയിലായാൽ പോലും അവിടെ ഈ തവണയും UDF വിജയം ആവർത്തിക്കും. ആലപ്പുഴ ഈ തവണ പിടിച്ചെടുക്കും. കോട്ടയം കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-നൊപ്പം ഉള്ളപ്പോഴാണ് കേരള കോൺഗ്രസ് മാണി സ്ഥാനാർത്ഥി ജയിക്കുന്നത്. അതുകൊണ്ട് ഈ തവണ അവിടെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥി വിജയിക്കും. അതും UDF-നൊപ്പം നിൽക്കും എന്ന കണക്കുകൂട്ടലും ആത്മവിശ്വാസവും തന്നെയാണ് UDF നേതൃത്വത്തിൻ്റെ ഒട്ടേറെ ഘടകങ്ങൾ. കഴിഞ്ഞ തവണ നമുക്കറിയാം ശബരിമല, ഒപ്പം രാഹുൽ ഗാന്ധി വയനാട്ടിൽ ആദ്യമായി മത്സരിച്ചത്, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയേക്കുമെന്ന് അടക്കമുള്ള രീതിയിലുള്ള പ്രചാരണം നടക്കുന്നു. ഇതൊക്കെ UDF-ന് അനുകൂലമായ തരംഗമായെങ്കിൽ ഈ തവണ മോദി സർക്കാരിനെതിരെയുള്ള വികാരം, മോദി സർക്കാരിനെതിരെ ഏറ്റവും കടുത്ത പോരാട്ടം നയിക്കുന്നത് കോൺഗ്രസ് ആണെന്നത്, ഒന്ന് ഇന്ത്യ മുന്നണിയെ നയിക്കുന്നത് കോൺഗ്രസ്. അത്തരത്തിൽ മോദി സർക്കാരിനെതിരെയുള്ള വികാരം വോട്ടാകും, അത് UDF-ന് അനുകൂലമാകും. അതുകൊണ്ട് ഈ തവണ 2020 എന്ന UDF-ന്റെ ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിക്കും എന്ന ആത്മവിശ്വാസം തന്നെയാണ് നേതാക്കൾ പ്രകടിപ്പിക്കുന്നത്. ഏതായാലും വിജയം ആഘോഷിക്കാൻ നേരത്തെ തയ്യാറെടുപ്പുകൾ UDF നേതൃത്വം എടുത്തു കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കം തലസ്ഥാനത്ത് ആണ് തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ദിവസം കേന്ദ്രീകരിക്കുന്നത്. അത്തരത്തിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ച് 20 സീറ്റും വിജയിക്കുമെന്ന ആത്മവിശ്വാസം ഒട്ടും ചോരാതെ തന്നെയാണ് UDF-ന്റെ അവസാനവട്ട കണക്കുകൂട്ടലും. ബിനിൽ, ഓക്കെ, വ്യക്തമാണ്. ശ്രീജിത്ത് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീജിത്തുള്ള ആലപ്പുഴ മാത്രമാണ് കഴിഞ്ഞ തവണ LDF-ന് നിലനിർത്താനായത്. CPM-ന് കേരളത്തിൽ ലഭിച്ച ഒരേ ഒരു സീറ്റ് ആലപ്പുഴയായിരുന്നു. അപ്പോൾ കനൽ ഒരു തരി എന്നിടത്ത് നിന്ന് ഒരു തീയായി അത് ആളിക്കാൻ സാധിക്കുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് നിൽക്കുന്നത്. ദേശീയ പാർട്ടി പദവി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ CPM-ന് പരമാവധി സീറ്റുകൾ നേടിയെടുക്കാൻ നിർണായകമാണ്. ഇടതുപക്ഷത്തിന് കേരളത്തിലെ നിലവിലെ സാഹചര്യത്തിലും എങ്ങനെയാണ് LDF ക്യാമ്പിലെ ആശങ്കകൾ? ബിന്നിൽ, ദേശീയ തലത്തിൽ തന്നെ ഇടതുപക്ഷം ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഇവിടെ നിന്ന് പരമാവധി സീറ്റുകൾ എടുത്താൽ മാത്രമേ ദേശീയ പാർട്ടി എന്ന പദവി നിലനിർത്താനും മറ്റ് ദേശീയ തലത്തിൽ രാഷ്ട്രീയ സാന്നിധ്യം അറിയിക്കാനും കഴിയുകയുള്ളൂ. ബംഗാളിലും ത്രിപുരയിലും ശക്തി ക്ഷയിച്ചതോടെ കേരളമാണ് LDF-ന്റെ, പ്രത്യേകിച്ചും CPM-ന്റെയും CPI-യുടെയും ആശാകേന്ദ്രം. ആ നിലയ്ക്കുള്ള ശക്തമായ പ്രവർത്തനവും പ്രചാരണവും നടത്തി എന്ന ആത്മവിശ്വാസത്തിലാണ് LDF ക്യാമ്പുള്ളത്. അതുകൊണ്ട് തന്നെ 8 മുതൽ 12 സീറ്റ് വരെ ലഭിക്കുമെന്ന വിശ്വാസമാണ് LDF നേതൃത്വം പ്രകടിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന CPM നേതൃയോഗങ്ങളും ഇതേ രീതി തന്നെയാണ് പറയുന്നത്. 12 സീറ്റ് വരെ ലഭിക്കാം, എന്നാൽ ആലപ്പുഴയും തിരുവനന്തപുരവും ജയിക്കുമെന്നാണ് അതാത് ജില്ലാ കമ്മിറ്റികൾ നൽകിയിരിക്കുന്ന കണക്കെങ്കിലും അത് സംസ്ഥാന നേതൃത്വം പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുന്നില്ല. കാരണം ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലങ്ങളാണ് ആലപ്പുഴയും ഒപ്പം തന്നെ തിരുവനന്തപുരവും. അതുകൊണ്ട് തന്നെ ആലപ്പുഴ മണ്ഡലത്തിൽ 27,000 പേർ വോട്ടുകൾക്ക് AM ആരിഫ് ജയിക്കുമെന്നാണ് CPM ജില്ലാ കമ്മിറ്റിയുടെ കണക്ക്. ഈ കണക്കടക്കം നിരാകരിച്ചുകൊണ്ടാണ് 12 സീറ്റുകൾ ജയിക്കുമെന്ന കണക്കിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ആറ്റിങ്ങൽ, ഒപ്പം തന്നെ ഇടുക്കി, മാവേലിക്കര, ചാലക്കുടി,
തൃശൂർ, ആലത്തൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയ മണ്ഡലങ്ങളാണ് ഉറച്ച വിജയപ്രതീക്ഷ പുലർത്തുന്നത്. എന്തായാലും വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യമുള്ളതുകൊണ്ട് കാര്യമായ തരംഗം അതിനപ്പുറത്തേക്ക് കടക്കില്ല എന്നൊരു വിലയിരുത്തലും CPM-നും LDF-നും ഉണ്ട്. എന്തായാലും നല്ല ആത്മവിശ്വാസത്തിലാണ് പോകുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി മറികടക്കാൻ കഴിയുന്ന വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നു. കുറഞ്ഞത് 5 സീറ്റുകളെങ്കിലും ഇവിടെ നേടിയില്ലെങ്കിൽ LDF-ന് നില പരിങ്ങലാവും. കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തിയതൊക്കെ പറയാമെങ്കിലും അത് ഒരു ആപൽ സൂചനയായി LDF നേതൃത്വവും CPM നേതൃത്വവും കാണുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ പരമാവധി സീറ്റുകൾ നേടിയേ മതിയാകുമെന്ന ഒരു രാഷ്ട്രീയ സമ്മർദ്ദം LDF-ന്റെയും CPM-ന്റെയും നേതൃത്വത്തിന് മുന്നിലും ഉണ്ട്. ഓക്കെ, VS രഞ്ജിത്ത് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ആർ ശ്രീജിത്ത്, റോഷിപാൽ എന്നിവരാണ് വിശദമായ LDF-ന്റെയും UDF-ന്റെയും ക്യാമ്പിലെ പ്രതീക്ഷകൾ, ആശങ്കകളെല്ലാം തന്നെ പറഞ്ഞത്. രഞ്ജിത്ത്, 2 മണ്ഡലങ്ങൾ ഉറച്ചു പ്രതീക്ഷ വെക്കുകയാണ്. ആദ്യം തൃശ്ശൂർ, രണ്ടാമത് തിരുവനന്തപുരം. അവിടുത്തെ ജയസാധ്യത എത്രത്തോളം അവസാന ഘട്ടത്തിൽ ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്നുണ്ട് NDA ക്യാമ്പിന്? മാത്രമല്ല, ഒരു അഭിമാന പോരാട്ടം കൂടിയാണ്. പ്രധാനമന്ത്രി പല തവണ വന്ന ഒരു മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ, രാജ്യത്ത് തന്നെ. അപ്പോൾ NDA ക്യാമ്പിന്റെ മൊത്തത്തിലുള്ള പ്രതീക്ഷ, BJPക്ക് വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനാകുമോ? എന്താണ് അവസാന ഘട്ടത്തിൽ? ബിന്നിൽ UDF-ഉം LDF-ഉം 1 സീറ്റ് കിട്ടും, 5 സീറ്റ് കിട്ടുമെന്ന് പറയുന്ന പോലെ അത്ര എളുപ്പമല്ല NDA-യുടെ കാര്യം. കാരണം NDA-ക്ക് 1 സീറ്റ് കേരളത്തിൽ ലോക്സഭയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ അവർക്കുള്ളൊരു അധീശത്വം അല്ലെങ്കിൽ അവർക്കുള്ളൊരു ആധിപത്യം നമ്മൾ അംഗീകരിക്കേണ്ടി വരും. ഏതായാലും 2 മണ്ഡലങ്ങൾ ഇപ്പോഴും BJP പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന 2 മണ്ഡലങ്ങളാണ്. ഒന്ന് തൃശ്ശൂർ, മറ്റൊന്ന് തിരുവനന്തപുരം എന്നുള്ളത്. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അവർ സുരേഷ് ഗോപി ഇഫക്റ്റിൽ കഴിഞ്ഞ തവണ 1.5 ലക്ഷം വോട്ടിൻ്റെ കുറവുണ്ടായിരുന്നു. ഈ 1.5 ലക്ഷം വോട്ട് സുരേഷ് ഗോപിക്ക് ഇത്തവണ സുരേഷ് ഗോപി എഫക്റ്റ് കൊണ്ട് മാത്രം നേടാൻ വേണ്ടി സാധിക്കില്ല. BJP അവിടെ പ്രതീക്ഷ വെച്ച് പുലർത്താനുള്ള പ്രധാനപ്പെട്ട 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അവിടെ ഒരു ത്രികോണ മത്സരം നടന്നു എന്നുള്ളതാണ്. അത് VS സുനിൽകുമാർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ജയിക്കും എന്നൊരു ആത്മവിശ്വാസവും അതുപോലെ തന്നെ രാഷ്ട്രീയ അന്തരീക്ഷവും അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മുരളീധരൻ വന്നപ്പോഴും മുരളീധരൻ ജയിക്കും എന്നൊരു പ്രതീതി അവിടെ സൃഷ്ടിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു കേന്ദ്രീകരണം, BJP വിരുദ്ധ വോട്ടുകളുടെ കേന്ദ്രീകരണം സംഭവിച്ചിട്ടുണ്ടാവില്ല എന്നാണ് BJP കണക്ക് കൂട്ടുന്നത്. കാരണം ഈ BJP വിരുദ്ധ വോട്ടുകൾ സുനിൽകുമാറിനും മുരളീധരനുമായി പങ്കിട്ടു പോകും എന്നുള്ള ഒരു പ്രതീക്ഷ BJP വെച്ച് പുലർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ക്രിസ്ത്യൻ വോട്ടുകളുടെ ഒരു സമാഹരണത്തിന്, ക്രിസ്ത്യൻ വോട്ടുകൾ അല്പമെങ്കിലും നേടിയെടുക്കാൻ BJPക്ക് സാധിച്ചു എന്നുള്ളതാണ് BJPയുടെ ഒരു കണക്കുകൂട്ടൽ. മറ്റൊന്ന്, സ്ത്രീ വോട്ടുകൾ സ്വാധീനിക്കാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഈ അർത്ഥത്തിലാണ് BJP അവിടെ തൃശ്ശൂർ പോലെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ജയിച്ചു കയറും എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ വലിയ ഓളം ഉണ്ടാക്കിയതാണ് തൃശ്ശൂർ സുരേഷ് ഗോപി. എന്നിട്ട് പോലും 1.5 ലക്ഷത്തിൻ്റെ വോട്ടിന് പിന്നിലായിരുന്നു സുരേഷ് ഗോപി. ആ 1.5 ലക്ഷം വോട്ട് ഇത്തവണ പിടിച്ചെടുക്കാൻ സുരേഷ് ഗോപി എഫക്റ്റ് കൊണ്ട് മാത്രമല്ല, ക്രിസ്ത്യൻ വോട്ടുകളുടെ രേഖീകരണം കൊണ്ടും ത്രികോണ മത്സരത്തിൻ്റെ സാധ്യത കൊണ്ടും സാധിച്ചു എന്നുള്ളതാണ് BJP കണക്കാക്കുന്നത്. 4 ലക്ഷത്തിൽ പരം വോട്ട് BJPക്ക് കിട്ടുമെന്നും അവർ പ്രതീക്ഷിക്കുന്നു. 4 ലക്ഷത്തിൽ കൂടുതൽ കിട്ടുന്ന വോട്ടുകളെല്ലാം സുരേഷ് ഗോപിയുടെ അക്കൗണ്ടിൽ ഭൂരിപക്ഷമായിരിക്കും എന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. അതുപോലെ തന്നെ പരമ്പരാഗതമായി BJP എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന താമര വിരിയുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം. അവിടെ പക്ഷേ ഇത്തവണ BJP അത്രമേൽ തൃശ്ശൂരിൻ്റെ അത്രയും ആത്മവിശ്വാസം തിരുവനന്തപുരത്തില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം അവിടെ 3,60,000 എന്നുള്ളതാണ് അവിടുത്തെ ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന നേതൃത്വത്തിൻ്റെയൊക്കെ കണക്കുകൂട്ടൽ. ഈ 3,60,000 വോട്ട് കൊണ്ട് ജയിച്ചു കയറാൻ സാധിക്കില്ല എന്ന് BJPക്ക് അറിയാം. പക്ഷേ ഈ ശശി തരൂരിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ വോട്ടുകൾ, അതായത് BJP വിരുദ്ധ വോട്ടുകൾ, അത് ഇത്തവണ ശശി തരൂരിനല്ല പന്ന്യൻ രവീന്ദ്രൻ തന്നെ കിട്ടുകയും ക്രോസ് വോട്ടിംഗ് നടക്കുകയും ചെയ്തിട്ടില്ല എങ്കിൽ അവിടെ BJP പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. 18% വോട്ട് വിഹിതവും വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നു. അത് ആറ്റിങ്ങലിലും ആലപ്പുഴയിലും പാലക്കാട്ടും കോഴിക്കോട്ടുമൊക്കെ വോട്ട് വിഹിതം വർദ്ധിക്കുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. ഓക്കെ, വ്യക്തമാണ്. VS രഞ്ജിത്ത്, ഒപ്പം ആർ ശ്രീജിത്ത്, ആർ റോഷിപാൽ എന്നിവരാണ് UDF, LDF, NDA ക്യാമ്പുകളുടെ കേരളത്തിലെ പ്രതീക്ഷകൾ പങ്കുവച്ചിട്ടുള്ളത്. 3 ദിവസത്തിനപ്പുറം കേരളത്തിലെ 20 മണ്ഡലങ്ങൾ, ഒപ്പം രാജ്യം എങ്ങനെ വിധിയെഴുതിയെന്നറിയാം.